വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ അഭിവന്ദരായ നേതാക്കൾ, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന വിശിഷ്ടാതിഥികൾ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സ്നേഹനിധികളായ സഹോദരങ്ങളെ, ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കേണ്ട നമ്മുടെ മഹാനായ നേതാവ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ അഹമ്മദ് സാഹിബ് ഇവിടെ എത്തിച്ചേരാൻ കഴിയാതെ അദ്ദേഹത്തിനൊരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് മക്കയിൽ കിങ് ഫൈസൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ആശങ്കപ്പെടാൻ ഒന്നുമില്ല. അദ്ദേഹം നമ്മുടെ നേതാക്കന്മാരുമായി ഫോണിൽ സംസാരിച്ചു. ഈ സമ്മേളനം നടക്കുന്നു എന്നതുകൊണ്ട് വിനീതനായ ഞാനുമായും സമ്മേളനത്തിൽ വരാത്തതിൻ്റെ വിഷമം പങ്കുവെക്കുകയും ചെയ്തു. ഏതായാലും അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുക്കാനും അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ് നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ സമ്മേളനം നടക്കുമ്പോൾ ഒരു പേര് കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ എൻ്റെയും സുബൈറിൻ്റെയും കൂടെ സംസ്ഥാന ട്രഷററായിരുന്ന PM ഹനീഫ്, അഭിനന്ദനായ തങ്ങൾ നേരത്തെ ആ പേരിവിടെ ഉച്ചരിച്ചു. നമ്മൾ ഐഡിയൽ യൂത്ത് കോറിൻ്റെ മഹാസമ്മേളനം ഇതുപോലെ ഈ കടപ്പുറത്ത് നടത്തുമ്പോൾ ഹനീഫ് ബോംബെയിൽ രോഗശയ്യയിലാണ്. ഹനീഫ് തിരിച്ചു വരുമെന്നാണ് നമ്മളൊക്കെ കരുതിയത്. അതുകൊണ്ട് ആ മഹാസമ്മേളനത്തിൽ ഹനീഫിൻ്റെ രോഗവിവരം ഞങ്ങൾ രഹസ്യമാക്കി വെച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു മാഗസിൻ പുറത്തിറങ്ങുന്നതിൻ്റെ ഉത്തരവാദിത്തം ഹനീഫിനായിരുന്നു. ബോംബെയിലെ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ടാണ് ഹനീഫ് ആ സൊവനീറിൻ്റെ പണി പൂർത്തിയാക്കിയത്. ആ സൊവനീറിന് ഹനീഫ് നൽകിയ ഒരു പേരുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഓരോ ചുണക്കുട്ടികളുടെയും മനസ്സിലുണ്ടാകേണ്ട ആ പേര് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു: പോസിറ്റീവ്. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് നമ്മുടെ ഹനീഫ് പറഞ്ഞ ആ വാക്കാണ് ഓരോ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രചോദനമാകേണ്ടത്. ഹനീഫ്, ഞങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഒട്ടുമിക്കവരും പിരിഞ്ഞു പോകുകയാണ്. പക്ഷെ പിരിയാതെ ഈ കമ്മിറ്റിയുടെ കാലയളവിൽ ഓരോ സന്ദർഭത്തിലും വിട്ടുപോയിട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഹനീഫ് സാങ്കേതികമായി പിരിഞ്ഞു പോയാലും ഞങ്ങളുടെ കൂടെ ജീവിക്കും എന്ന് അടയാളപ്പെടുത്തുന്നതിന് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. ഹനീഫിൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നാളെ സ്വർഗലോകത്ത് നമ്മെയും ഹനീഫിനെയും ഒരുമിപ്പിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നിലവിലുള്ള കമ്മിറ്റിയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈ മഹാസമ്മേളനം ഇവിടെ നടക്കുന്നത്. താഴെ തലം മുതൽ അംഗത്വ വിതരണം നടത്തി പുതിയ ചെറുപ്പക്കാരെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവന്ന് എല്ലാ തലങ്ങളിലും കമ്മിറ്റികൾ വന്ന് ജില്ലാതലത്തിൽ വരെ കമ്മിറ്റികൾ പൂർത്തിയാക്കി സംസ്ഥാന നേതൃത്വം മാറുന്നതിന് മുമ്പുള്ള സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. എത്ര മനോഹരമാണ് കോഴിക്കോട് തീരത്തെ ഈ കാഴ്ച! മുസ്ലിം ലീഗ് എന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് പുതിയ തലമുറയിലെയും ചെറുപ്പക്കാർ അണമുറിയാതെ ഒഴുകി വരുന്നു എന്നാണ് ഈ മഹാസമ്മേളനം ഇവിടെ വിളിച്ചു പറയുന്നത്. ആശങ്കപ്പെടാനില്ല. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു നേതാവുണ്ട്, ഒരു നായകനുണ്ട്. മുന്നോട്ട് തന്നെയാണ് നമുക്ക് കുതിക്കാനുള്ളത്. വെല്ലുവിളികളേറെയാണ്, അതിജയിക്കാൻ കഴിയും. അമേരിക്കയിൽ ട്രംപ് നിലവിൽ വന്നപ്പം, അധികാരത്തിൽ വന്നപ്പം ഭയമാണ് മുസ്ലിം ലോകത്ത്. ലോകത്താകെ ഭീതിയാണ് പടർന്നു നിൽക്കുന്നത്. മറുഭാഗത്ത്
ഇസ്ലാമിക ഖിലാഫത്തിന്റെ മുദ്രാവാക്യമാണ് ISISന്റെ നേതാവ് അബൂബക്കർ അൽ ബാഗ്ദാദി മുഴക്കുന്നത്. ഒരു നായകനെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. ഈ കേരളം മുമ്പേ വഴി നടന്ന ഒരു സംസ്ഥാനമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇതര ജനവിഭാഗങ്ങളുടെ പിന്തുണയോടെ മുസ്ലിം ലീഗ് എന്ന നാമധേയത്തിൽ പച്ചക്കൊടി പിടിച്ച് ലോകത്തിലെവിടെയെങ്കിലും ജീവിച്ച് വിജയിച്ച ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ഈ കേരളത്തിലെ മുസ്ലിം സമൂഹമാണ്. അവരെ വഴി നടത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നമ്മളെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ചവരാണ്. വെല്ലുവിളികളെ തരണം ചെയ്തവരാണ്. പലരും പല ആശയങ്ങളുമായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. പ്രത്യയശാസ്ത്രങ്ങളുടെ ഇസങ്ങളുടെ ലോകത്തേക്ക് മുസ്ലിം ചെറുപ്പക്കാരെ വഴിമാറ്റി സഞ്ചരിക്കാൻ ശ്രമിച്ചവരുണ്ട്. അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ഖിലാഫത്തല്ല ഇസ്ലാമിക ലോകം പ്രതീക്ഷിക്കുന്നത്. ഒരു ഖിലാഫത്ത്, അത് ഇന്ത്യയുടെ അഭിവന്ദ്യനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഖിലാഫത്തിനെ പുനഃസ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. അതാണ് ഖിലാഫത്ത്. വിശ്വാസി സമൂഹത്തിൻ്റെ സൗന്ദര്യം തുടിക്കുന്ന മനോഹരമായ ഒരു നായകന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സമൂഹം. അത് അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന, നിരാലംബരായ സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കുന്ന, നിരപരാധികളായ മനുഷ്യനെ ബോംബ് വെച്ച് കൊന്നെടുക്കുന്ന കുലദ്രോഹിയായ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ഖിലാഫത്തല്ല. ഒരു ഖലീഫയെയല്ല പ്രതീക്ഷിക്കുന്നത്, ഒരു അമീറിനെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത്, ഒരു നായകനെയാണ്. മദീന ഖലീഫ മൻസൂർ തൻ്റെ ഭരണകാലത്ത് ഇസ്ലാമിൽ അന്തഛിദ്രമുണ്ടായപ്പോൾ മുസ്ലിം ലോകത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി അന്നത്തെ പ്രശസ്തനായ പണ്ഡിതൻ ഇമാം മാലിക്കിയോട് ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥം രചിക്കണം, നിയതമായ ഒരു ഗ്രന്ഥം രചിക്കണം, ആധികാരികമായ പ്രമാണമുണ്ടാക്കണം എന്ന് മദീന ഖലീഫ മൻസൂർ ഇമാം മാലിക്കിയോട് ആവശ്യപ്പെട്ടു. ഇമാം മാലിക്കി അത് നിർവഹിച്ചു. നമ്മുടെ പള്ളികളിലുള്ള അൽ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം അതാണ്. ആ ഗ്രന്ഥത്തിൻ്റെ സമ്പുഷ്ടത കണ്ട്, ഈ ഗ്രന്ഥം മുസ്ലിം ലോകത്തെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമാണെന്ന് കണ്ട് അബൂബക്കർ അൽ ബാഗ്ദാദി, ആ മദീന ഖലീഫ മൻസൂർ ഇമാം മാലിക്കിയോട് ചോദിച്ചു, ഈ ഗ്രന്ഥം മുസ്ലിങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കാൻ കഴിയുമോ? ഈ ഗ്രന്ഥം മുസ്ലിങ്ങളുടെ അടിസ്ഥാന പ്രമാണമാക്കട്ടെയോ? അതിന് ഇമാം മാലിക്കി പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അല്ലയോ ഖലീഫ, അല്ലയോ മൻസൂർ, മുസ്ലിങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥമായി ഒരു ഗ്രന്ഥമുണ്ട്, വിശുദ്ധ ഖുർആൻ. അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ ഒരു മാർഗമുണ്ട്, തിരുസുന്നത്ത്. ഇസ്ലാമിക ലോകം, മുസ്ലിം സമൂഹം നിലനിൽക്കുന്നതിനെ കുറിച്ചാണോ നിങ്ങൾ ഭയപ്പെടുന്നത്? പ്രവാചകന്റെ അനുചരന്മാർ ലോകത്തങ്ങോളം ഇങ്ങോളമുണ്ട്. അവരിലൂടെ ഈ ദീൻ നിലനിൽക്കും. കേരളത്തിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ മഹാസമ്മേളനത്തിൽ നിന്ന് ഞാൻ അടയാളപ്പെടുത്തട്ടെ, ജനാധിപത്യത്തെ സ്വീകരിച്ചു, മതേതരത്വത്തെ സ്വീകരിച്ചു, ലോകനായകനായ മഹാനായ പ്രവാചകന്റെ മാർഗത്തിൽ ഈ സമൂഹത്തെ വഴി നടത്തി. ആരായിരുന്നു ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്? ആരായിരുന്നു മഹാനായ ബാഫക്കി തങ്ങൾ? ആരായിരുന്നു മഹാനായ സീതി സാഹിബ്? ആരായിരുന്നു മഹാനായ പൂക്കോയ തങ്ങൾ? ആരായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബ്? ആരായിരുന്നു നമ്മുടെ കൺവെട്ടത്ത് നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ? അനുസ്യൂതം തുടരുകയാണ്. ഒരു നേതാവിനെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു നായകനെയാണോ ലോകം നോക്കുന്നത്? ഇവിടെയുണ്ട്, ഈ വേദിയിലുണ്ട് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ആ നായകന്റെ നേതൃത്വത്തിൽ പുതിയ തലമുറയിലെ കുട്ടികളും ഇതാ ഞങ്ങളുണ്ട് തങ്ങളെ, ഞങ്ങളുണ്ട്, ഞങ്ങളോട് കൽപ്പിക്കൂ, ഞങ്ങളോട് ആജ്ഞാപിക്കൂ, ഞങ്ങളുണ്ട് തങ്ങളെ അങ്ങയുടെ കൂടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സുദീർഘമായി കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റിയുടെ കാലം കഴിയുകയാണ്. ഈ പതാക എൻ്റെ കയ്യിലേൽപ്പിക്കുമ്പോൾ ഇതിൻ്റെ മുൻ പ്രസിഡന്റ് പ്രിയങ്കരനായ KM ഷാജി എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, സാദിഖേ, കോംപ്രമൈസ് ഇല്ല. ഈ നാടിനെ മുടിക്കാൻ, ഈ ചെറുപ്പക്കാരുടെ മസ്തിഷ്കത്തെ കാർന്നു തീരാൻ വരുന്ന വേട്ട ചെന്നായികളുടെ മുമ്പിൽ കോംപ്രമൈസ് ഇല്ല. പാലിച്ചിട്ടുണ്ട്. എല്ലാ തീവ്രവാദി കൂത്താടികളെയും
ചതച്ചറിഞ്ഞുകൊണ്ടാണ് KM ഷാജി ഈ പതാക ഞങ്ങളുടെ കൈവശം ഏൽപ്പിച്ചത്. അതിനെ സജ്ജമാക്കി തൊട്ടു മുമ്പുള്ള സാദിഖലി തങ്ങൾ, മുനീർ സാഹിബ്, ബഹുമാന്യനായ PK ബാബ സാഹിബ് മുന്നോട്ടാണ്. അഭിനന്ദനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. ആ വാക്കാണ് ഞങ്ങളുടെ കരുത്ത്, ആ നായകത്വമാണ് ഞങ്ങളുടെ പിൻബലം. ഭീകരവാദത്തുമായി യാതൊരു ഒത്തുതീർപ്പുമില്ല. ഈ പുതിയ തലമുറയെ അണിനിരത്തിക്കൊണ്ട് അഭിനന്ദനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളോട് ഞാൻ ഉറപ്പ് നൽകുന്നു. നാട്ടിൽ കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നു. അപകർഷതാബോധത്തിൻ്റെ പടുകുഴിയിൽ നിന്നാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റത്. അഭിമാനബോധമാണ് തങ്ങളെ അങ്ങയുടെ പൂർവികന്മാരും ഞങ്ങളെ പഠിപ്പിച്ചത്. ശിരസ് ഉയർത്തിപ്പിടിക്കാനാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. കുറച്ച് ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. നാട്ടിൽ നിന്നും കുറച്ചു പേർ പോയി. അവർ തിരിച്ചു വരുമോ? ബോംബ് വെക്കുമോ? നാട്ടിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുമോ? ചിലരെ അറസ്റ്റ് ചെയ്തു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരിൽ, ഈ പച്ചപ്പതാക പിടിച്ച കുട്ടികളിൽ നിന്ന് ഒരു കുട്ടിയുടെ കയ്യിലും ഭീകരവാദത്തിന്റെ കറുത്ത വിലങ്ങ് ഒരു കാലത്തും വീഴില്ല എന്ന് ഉറപ്പു നൽകാൻ ഞാൻ ഈ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ അത് ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം ഈ രാജ്യത്ത് ജനിച്ചവരാണ് നമ്മൾ, ഈ രാജ്യത്ത് പിറന്നവരാണ് നമ്മൾ. ഈ നാടിൻ്റേതാണെന്ന ബോധമാണ് എന്നെ നയിക്കുന്നത്. ഈ നാട് നിങ്ങളുടേതാണെന്ന ബോധമാണ് നിങ്ങളെ നയിക്കുന്നത്. ഇത് നമ്മുടേതാണ്. രാജ്യത്തെ മഹാഭൂരിപക്ഷമായ ഹൈന്ദവ സഹോദരങ്ങളെപ്പോലെ മഹാന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്കും ജീവിക്കണം. അവർക്ക് അസ്തിത്വമുണ്ട്. അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ മഹത്തായ ജീവിത നിയമങ്ങൾ അത് ചോദ്യം ചെയ്യാൻ ആര് വന്നാലും അത് ഏത് അഭിനവ ചക്രവർത്തിയായാലും ഒരു കൊലക്കമ്പന്റെ മുമ്പിലും മുട്ടുമടക്കില്ല ഈ മുസ്ലിം യൗവനം എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ആഗ്രഹിക്കുകയാണ്. നമുക്കൊരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കാനുണ്ട്. നിരാശയുടെയും ആശങ്കയുടെയും ഒരു ലോകത്തേക്കല്ല മുസ്ലിം ലീഗ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസി സമൂഹം നിർമ്മിച്ചെടുക്കേണ്ട മനോഹരമായ സൗന്ദര്യമുള്ള ഒരു ലോകത്തേക്കുള്ള പനിനീരിൻ്റെ സൗരഭ്യം ചൊരിയുന്ന റോസാദളങ്ങളാണ് മുസ്ലിം യൂത്ത് ലീഗ് വെച്ച് തന്നിട്ടുള്ളത്. അത് നെഞ്ചോട് ചേർക്കുക. നമുക്ക് ഈ സൗരഭ്യം പടർത്താം. ഡഹര ഡഹരു സറായ മുഹമ്മദ്, ഡഹര ഡഹരു സറായ മുഹമ്മദ്, ഹം നജീബർ ന ദേഖാ നഹി ഹി. ഏ മുഹമ്മദ് ഒന്ന് നിൽക്ക്. ഏ മുഹമ്മദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കവിയുടെ ഭാവനയാണ്. ജിബ്രീലുമായി ആകാശാരോഹണം നടത്തുമ്പോൾ പൂവും പുഴുവും പൂമ്പാറ്റകളും കാടും മേടും പുഴയും കടലും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും എല്ലാവരും പറയുകയാണ്, ഏ മുഹമ്മദ് ഒന്ന് നിൽക്ക്, ഞങ്ങളൊന്ന് കൺകുളിർക്ക് കാണട്ടെ. പ്രപഞ്ചം വിസ്മയിച്ചു നിന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നായകന്റെ പിൻഗാമികളാണ് നമ്മളെങ്കിൽ ശിരസ് ഉയർത്തിപ്പിടിച്ച് അന്തസ്സോടെ അഭിമാനമുള്ളവരായി, ആത്മാഭിമാനമുള്ളവരായി ഈ ലോകത്തിന് മുമ്പിൽ അന്താളിച്ചു നിൽക്കാതെ അന്തസ്സോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. കുൻത ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ഉത്തമ സമൂഹമാണ് നിങ്ങളുടേത്. അതാണ് നമ്മുടെ മുദ്രാവാക്യം. ആ മനോഹരമായ മുദ്രാവാക്യവുമായി സമഭാവനയുടെ ലോകത്തേക്ക് മുന്നോട്ട് പോകാൻ, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, നിർമ്മാണത്തിൻ്റെ പുതിയ ഒരു ലോകത്തേക്ക് പോകാൻ പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ മുന്നേറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.